തിരുവല്ലയിൽ അതിരാവിലെ എല്ലാവരും അറിഞ്ഞത് ഒരു അപകട വാർത്ത കേട്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് തലേദിവസം രാത്രി 11 മണിക്കാണിത് സംഭവിച്ചതെങ്കിലും പുലർച്ചെയോടെയാണ് ഇത് പലരും അറിഞ്ഞത്. രാത്രി റോഡിൽ ആള് കുറവായതുകൊണ്ട് തന്നെ പലരും ഈ വാർത്തയെക്കുറിച്ച് അറിഞ്ഞില്ല എന്നതാണ് സത്യം. 23 വയസ്സ് മാത്രമുള്ള ഗോവിന്ദരാജ് ആണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട് പാലത്തിൻ്റെ കൈവരിയിൽ ഇടിച്ച് പിന്നീട് തോട്ടിലേക്ക് മറിഞ്ഞാണ് യുവാവിന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളും പാലത്തിൽ ഇടികിട്ടിയതുമടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ഇപ്പോൾ CCTV അടക്കമുള്ളവ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവല്ല വെൺപാല തൊഴുവന്തുറ വീട്ടിൽ TG രാജഗോപാലിൻ്റെയും കുറ്റൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സ്മിത രാജഗോപാലിൻ്റെയും മകനാണ് ഗോവിന്ദരാജ്. 23 വയസ്സായിരുന്നു ഗോവിന്ദന്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ കാവും ഭാഗം അമ്പളിപ്പാലത്തിലാണ് അപകടം സംഭവിച്ചത്. ബൈക്കിൽ നിന്നും 15 അടിയോളം ദൂരത്തിൽ തെറിച്ചു വീണ ഗോവിന്ദരാജ് തോട്ടിലെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. വൻ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ തോട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താനായില്ലായിരുന്നു. തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ വിവരം അറിയിച്ച് അവർ സ്ഥലത്തെത്തി പിന്നീട് തിരച്ചിലിലാണ് ഇത് കണ്ടെത്തിയത്. അവരെത്തി നടത്തിയ പരിശോധനയിൽ തോട്ടിലെ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ഗോവിന്ദനെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എടത്വ പള്ളി പെരുന്നാളിന് പോകാനാണ് ഗോവിന്ദരാജ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കോഴിക്കോട് സ്വകാര്യ കോളേജ് MCom വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട ഗോവിന്ദരാജ്. താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചത്. ഇതിനെ തുടർന്നുള്ള വാർത്തയാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ അപകട വാർത്തയായി തന്നെ പുറത്തു വരുന്നത് എന്ന് പറയാം. എല്ലാവരെയും ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ സമീപവാസികൾ രാത്രിയോടെ വലിയൊരു ശബ്ദം കേൾക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പ്രതികരിച്ച് എത്തിയത്. പാലത്തിൽ എന്തോ ഇടിച്ചു എന്ന് മാത്രമാണ് മനസ്സിലായത്. രാത്രി ആയതുകൊണ്ട് തന്നെ മതിയായ ഒരു ലൈറ്റ് ഈ വശത്തില്ലാത്തത് കൊണ്ട് തന്നെ തോട്ടിലേക്ക് മറിഞ്ഞോ എന്നൊന്നും തന്നെ അറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ നടന്നത്. തിരച്ചിൽ കഴിഞ്ഞ് മൃതശരീരം കിട്ടിയപ്പോഴേക്കും ജീവനില്ല എന്ന് മനസ്സിലായിരുന്നു. ഇതോടെ എല്ലാവരും ആ ഒരു വാർത്ത കേട്ട് ഞെട്ടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അധികം ആഴമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി, ഹെൽമറ്റ് ഉണ്ടായിരിക്കുമെന്ന് കരുതി. എന്നാൽ വലിയ രീതിയിൽ തന്നെ പിന്നീട് ഇതൊരു വലിയ വാർത്തയാവുകയും ആ കുടുംബത്തിന് തന്നെ ഒരു വലിയ നഷ്ടമുണ്ടാവുകയുമാണ് അവിടെ സംഭവിച്ചത്. കുടുംബത്തിൽ 23 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മരണം എന്നത് ആ അമ്മയും അച്ഛനെയും തമ്മിൽ, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരേ സമയം വിഷമിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തയായി മാറുന്നു എന്ന് തന്നെ പറയാം.